ഉരുന്ന പ്രതീക്ഷകളുടെ പ്രതീകമായി കണിക്കുന്ന പൂക്കൾ ഒരിക്കൽ കൂടി മലയാളക്കരയാകെ തൊങ്ങൽ ചാർത്തി നിൽക്കും. ഇന്ന് വിഷുപ്പുലി. പകലും രാത്രിയും സെക്കൻഡുകൾ വ്യത്യാസമില്ലാതെ തുല്യത നിലനിർത്തിക്കൊണ്ട് ആലിംഗനത്തിലമരുന്ന സുന്ദരം. ഗൃഹാതരത്തിലേക്കുന്ന ചില ഓർമ്മകളുടെ സൗരഭ്യം എവിടെ നിന്നോ എത്തിച്ചേരുന്നത് പോലെ ഒപ്പം നഷ്ടപ്പെടലിനോട് വിഷുക്കൈ നീട്ടമ ലഭിക്കുമായിരുന്ന ചില നാണയത്തുട്ടുകളെയും ₹1, ₹2 നോട്ടുകളെയും സ്വപ്നം കണ്ടുറങ്ങിയിരുന്ന രാവുകൾ. ഉറക്കച്ചടവിൻ്റെ കനം തൂങ്ങിയിരുന്ന മിഴികളെ അബദ്ധത്തിൽ പോലും തുറന്നു പോകാതെ ഇരിക്കുവാൻ കൈകളമർത്തി പിടിച്ചുകൊണ്ട് വിഷുക്കണി കാണിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന അമ്മ. ജീവിത പ്രാരാബ്ദങ്ങൾ ഏറെയുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ വേദനയുണ്ടെങ്കിലും വിഷുക്കൈ നീട്ടം ₹2 ഒതുക്കുന്ന അച്ഛൻ. പിന്നീട് ഒരു സ്വാന്തനമെന്നോണം അച്ഛനറിയാതെ അമ്മ കയ്യിലേക്ക് വെച്ച് തരുന്ന ₹10 പുതിയ നോട്ട്. വിഷു അവസാനിക്കുമ്പോൾ ബന്ധുക്കളെല്ലാം തന്ന പൈസയെല്ലാം ചെലവാക്കാതെ ദൈവങ്ങളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ മനസ്സില്ലാ മനസ്സോടെ തീരുമാനമെടുത്ത് ഒരു സിനിമയ്ക്ക് പോകാൻ തയ്യാറായത്. അന്ന് വിഷുസദ്യയും പടക്കം പൊട്ടിക്കലും മധ്യ തിരുവിതാംകൂറിൽ പതിവില്ലാതിരുന്നതുകൊണ്ട് അങ്ങനെയുള്ള മോഹങ്ങളൊന്നും മനസ്സിനെ സ്വാധീനിച്ചിരുന്നില്ല. പക്ഷേ അന്നുണ്ടായിരുന്ന സ്വപ്നങ്ങൾക്ക് പരിധി അറിഞ്ഞുകൊണ്ടുള്ള വലിപ്പമേ ഉണ്ടായിരുന്നു. എന്തെല്ലാം ഓർമ്മകൾ മായാതെ മനസ്സിൻ്റെ അടിത്തട്ട്. പച്ചയായ ജീവിതത്തിൻ്റെ ഗന്ധമുള്ള, കരുതലിൻ്റെ കാരുണ്യമുള്ള. പക്ഷേ ഇന്ന് സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലാതെയായെങ്കിലും സ്വപ്ന സാഫല്യങ്ങൾക്ക് മാധുര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് FBയിൽ പോസ്റ്റ് ചെയ്യേണ്ടത് കൊണ്ട് വിഷുക്കണി ഒരുക്കങ്ങൾ കൂടുതൽ ആകർഷകമായിരിക്കും. കള്ളകൃഷ്ണൻ കൂടുതൽ സുന്ദരനായിരിക്കും. വിഭവങ്ങൾ വിപുലമായിരിക്കും. കാഞ്ചനമാല 916 ശോഭയോടെ വെട്ടിത്തിളങ്ങും. ദീപനാളങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കും. കണിവെള്ളരിയും കണ്ണാടിയും കസവുമുണ്ടും മാങ്ങയും ചക്കയും എല്ലാം കണിക്കന്നയോടൊട്ടി നിന്ന് പ്രൗഢി തീർക്കുന്നു. വീഡിയോ കോളിൽ ചേക്കേറി പറക്കും. കൈനീട്ടങ്ങളുടെ വലിപ്പവും മൂല്യവും ഏറിയിരിക്കും. ഗൂഗിൾ പേയിലേക്കും കടന്നുകയറി സാന്നിധ്യം അറിയിക്കും. വിഷുസദ്യ പോലും ഒരു വിരൽത്തുമ്പിൻ്റെ സ്പർശനത്താൽ വീട്ടിലെത്തും. പക്ഷേ എവിടെയോ ഒരു നഷ്ടം അനുഭവപ്പെടും. വിശദീകരിക്കുവാൻ വാക്കുകൾ പരാജയപ്പെടുന്ന നിമിഷം പുതുതലമുറയ്ക്ക് അന്യമായ, ചിലപ്പോൾ അവരുടെ പരിഹാസത്തിന് പോലും കാരണമായേക്കാവുന്ന, എങ്കിലും പൂർണ്ണ മനസ്സോടെ പുതുവർഷത്തെ വരവേൽക്കുന്നു. ആശങ്കകളും ആകുലതകളും നിറയുന്നുണ്ടെങ്കിലും ഈ പുലർകാല വേളയിൽ മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മഞ്ഞും മമതയും മർമ്മരവും ഇത്തിരി കൊന്നപ്പൂവും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.